നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളികളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ട്രാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്തൊക്കെ പോയവരാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും. ആ ഒരു ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതേപോലെ തന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതേപടിയല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. അരിപ്പൊടിയൊക്കെ വറക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഈ ഒരു മഞ്ഞൾപ്പൊടി കോഫി പൗഡറിൻ്റെ ആ ഒരു കളറിലേക്കാകും, നല്ല ബ്രൗൺ കളറിലേക്കാകും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും അധികം എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ഏറെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എമൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ എടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും കാണാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളിൻ്റെ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്താലും മതി. കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മഞ്ഞളിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടി ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഡപ്പയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിക്കകത്തിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലെടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ജ്യൂസായിട്ട് എടുക്കാം. ജ്യൂസായിട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തക്കാളിയുടെ പകുതി മുറിയാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1 സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.